കഴിഞ്ഞ് നേരെ ബസ്സിൽ കണ്ടക്ടറായി കയറി ചെയ്തു. എത്ര കാലം ഇങ്ങനെ ഏകദേശം 18 വർഷത്തോളം ജോലി ചെയ്തു. കണ്ടക്ടറായിട്ടും ചെക്കറായിട്ടും ഒക്കെ ജോലി ചെയ്തു. അപ്പോഴൊക്കെ മനസ്സിലുണ്ടായിരുന്നു നല്ല ഇതിനോട് പ്രത്യേക താല്പര്യമായിരുന്നു. അല്ലെങ്കിൽ പഠിക്കണം എന്നുള്ള ആഗ്രഹത്തോടെ പോയതായിരുന്നു. നമ്മളൊക്കെ ജീവിതത്തിൽ ചെറുപ്പകാലത്ത് പഠിക്കുന്ന സമയത്ത് ഓരോ ആഗ്രഹങ്ങൾ ഉണ്ടാവും, പഠിച്ചിരുന്ന ആളാവണം എന്നുള്ള ആഗ്രഹങ്ങൾ. പക്ഷേ ജീവിതത്തിലെ പല ഘട്ടങ്ങളിലും പഠനം പാതിവഴിയിൽ ഉപേക്ഷിച്ച് ജോലിക്കിറങ്ങേണ്ട സാഹചര്യങ്ങളൊക്കെ പല ആളുകൾക്കും ഉണ്ടായിട്ടാണ്. എന്നാൽ അത്തരത്തിൽ 10ാം ക്ലാസ്സിൽ പഠനം നിർത്തുകയും പിന്നീട് 18 വർഷത്തോളം ബസ്സിൽ ജീവനക്കാരനായി ജോലി ചെയ്യുകയും ചെയ്ത ഒരാൾ, പിന്നീട് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ഒരു വക്കീലാവുക എന്നുള്ളത്. ആ ആഗ്രഹം ഇപ്പോൾ അദ്ദേഹം നേടിയെടുത്തിരിക്കുകയാണ്. ഞാനിപ്പോൾ അത് കോട്ടക്കൽ ആട്ടേരിയിലാണ്. ആട്ടേരി സ്വദേശി സുലൈമാൻ അല്ലേ, അദ്ദേഹത്തിൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു ചെറുപ്പകാലം തൊട്ട് വക്കീലാണെന്നുള്ളത്. പക്ഷെ അതിലേക്ക് എത്താൻ ഒരുപാട് സമയമെടുത്തു എന്നാണ്. പല കാരണങ്ങൾ കൊണ്ട് 10ാം ക്ലാസ്സിന് ശേഷം പിന്നീട് പഠിക്കാൻ കഴിഞ്ഞില്ല. എന്നാൽ 18 വർഷത്തിന് ശേഷം വീണ്ടും പഠിച്ച് അദ്ദേഹം വക്കീലായിരിക്കാം. നമ്മളെ മുതൽ ശരിയാണ്. ഏത് വർഷമാണ് 10ാം ക്ലാസ് കഴിഞ്ഞത്? 1999. നല്ല മാർക്ക് ഉണ്ടായിരുന്നു. സെക്കൻഡ് ക്ലാസ് ഉണ്ട്. അന്ന് പിന്നെ തുടർന്ന് പഠിക്കാൻ കഴിഞ്ഞില്ല. കാരണം ഒരുപാട് സാമ്പത്തിക ബുദ്ധിമുട്ടും കാര്യങ്ങളും വീട്ടിൽ ചെലവെല്ലാം കൂടെ പോകാൻ കഴിഞ്ഞില്ല. നേരെ ബസ്സിൽ കണ്ടക്ടറായി. ഫസ്റ്റ് ലോറിയിലാണ് 1 വർഷം ക്ലീനറായി കയറി. അത് കഴിഞ്ഞ് നേരെ ബസ്സിൽ കണ്ടക്ടറായി കയറി ചെയ്തു. എത്ര കാലം ഇങ്ങനെ ഏകദേശം 18 വർഷത്തോളം ജോലി ചെയ്തു. കണ്ടക്ടറായിട്ടും ചെക്കറായിട്ടും ഒക്കെ ജോലി ചെയ്തു. അപ്പോഴൊക്കെ മനസ്സിലുണ്ടായിരുന്നു നല്ല ഇതിനോട് പ്രത്യേക താല്പര്യമായിരുന്നു. അല്ലെങ്കിൽ പഠിക്കണം എന്നുള്ള ആഗ്രഹത്തോടെ പോയതായിരുന്നു. എന്തുകൊണ്ടാണ് പിന്നെ ഈ തുല്യത വഴിയാണല്ലോ പ്ലസ് ടു ചെയ്യുന്നത്? തുല്യത 2018-19 ബാച്ചിലാണ് തുല്യത ചെയ്യേണ്ടത്. അല്ല, ഈ ഇത്ര ഗ്യാപ്പ് വന്നത് വീട്ടിലൊക്കെ അതും ഒരു വലിയൊരു ഘടകമാണ്. പക്ഷെ അതേപോലെ തന്നെ ഈ തുല്യത 2015-ലാണ് തുടങ്ങുന്നത്, ഈ പ്ലസ് ടു തുല്യത. അപ്പോൾ അതിൽ ഫസ്റ്റ് ബാച്ച് നമ്മൾ അറിഞ്ഞില്ല. പിന്നെ നേരെ എന്ത് ചെയ്തു, 3ാമത്തെ ബാച്ചിലേക്കാണ് കയറുന്നത്. ഈ തുല്യത വന്നപ്പോഴാണ് നമ്മളെ പഴയ മോഹങ്ങളൊക്കെ ഒന്നുകൂടി ആ തുല്യത വന്നപ്പോഴാണ് നമുക്ക് ഈ മോഹങ്ങൾ എന്ത് ചെയ്യാൻ കഴിയും, പൂർത്തിയാക്കാൻ കഴിയും എന്നുള്ളത് മനസ്സിലായത്. എന്ന് വിവാഹിക്കുന്ന വൈഫ് അഡ്വക്കേറ്റ് ആണല്ലേ? വൈഫ് അഡ്വക്കേറ്റ് ആണ്. അവർ പഠിക്കുന്ന സമയത്ത് പ്ലസ് ടു ആയിരുന്നു. പിന്നെ നമ്മുടെ താല്പര്യം, പിന്നെ അവർക്കും ഈ എൽബിനോട് ഭയങ്കര താല്പര്യമാണ്. അതുകൊണ്ട് നേരെ എന്ത് ചെയ്തു, അവരെ പഠിപ്പിച്ചു. അവർ അഡ്വക്കേറ്റ് ആയി. അന്ന് തനിക്ക് നേടാൻ കഴിയാത്തത് വൈഫിലൂടെ നേടിയെടുത്തു. പിന്നെ എൻ്റെ ഒരു പെങ്ങളുണ്ട്, അവരും അഡ്വക്കേറ്റ് ആയിരുന്നു. ഇപ്പം പ്ലസ് ടു കഴിഞ്ഞ ശേഷം പിന്നെ എങ്ങനെയാണ് നടന്നത്? പ്ലസ് ടു കഴിഞ്ഞതിന് ശേഷം ഞാൻ നേരെ എന്ത് ചെയ്തു, ഈ മറ്റേ ഇവർക്കൊരു എൻട്രൻസ് കോച്ചിങ് ഉണ്ട്, അമിക്കസ് എന്ന് പറഞ്ഞിട്ട്. അവിടെ ക്ലാസ് തുടങ്ങി ഒരു 6 ദിവസം പോയപ്പോൾ പിന്നെ കൊറോണ വന്നു. ക്ലാസ്സൊക്കെ അടച്ചു. പിന്നെ ഓൺലൈൻ ക്ലാസ്സൊക്കെ ആയി. അതൊക്കെ കഴിഞ്ഞ് നേരെ എൻട്രൻസ് ചെയ്തപ്പോൾ 411 റാങ്ക് ഉണ്ടായിരുന്നു. പിന്നെ കോഴിക്കോട് ഓപ്ഷൻ കൊടുത്ത് ചിലപ്പോൾ കിട്ടുമായിരുന്നു. പക്ഷേ പോയി വരാനുള്ള ബുദ്ധിമുട്ട് കാരണം നമ്മൾ നേരെ മലപ്പുറം MCT കോളേജ് ഓഫ് ലീഗൽ സ്റ്റഡീസിൽ മെറിറ്റിൽ അഡ്മിഷൻ എടുത്തു. ഇപ്പം ഫസ്റ്റ് റാങ്ക് ആണല്ലേ? ഫസ്റ്റ് ക്ലാസ് പാസ്സായി. ഇപ്പം ആ ഡ്രീം ഫുൾഫിൽ ചെയ്തു. ഫുൾഫിൽ ചെയ്തു. ഈ 10ാം തീയതി 11ാം തീയതി എൻറോൾമെന്റ് ഉണ്ടാവും. അഡ്വക്കേറ്റ് ആയിട്ട് അവിടുന്ന് ഹൈക്കോടതിയിൽ നിന്ന് കുറെ കൂട്ടം കോണൊക്കെ ഇട്ട് അപ്പോഴാണ് പൂർത്തിയാവുക. ഈ ബസ്സിലൊക്കെ കണ്ടക്ടറായിട്ട് പോകുമ്പോഴേ എപ്പോഴും തോന്നിയിരുന്നു ഈ ആഗ്രഹങ്ങളൊക്കെ പൂർത്തിയാവുന്നുണ്ട്? ആഗ്രഹം മനസ്സിലുണ്ട്, പൂർത്തിയാവുന്നു ഉറപ്പില്ലായിരുന്നു. പക്ഷെ ശ്രമിച്ചു, പൂർത്തിയായി. അപ്പം ഭർത്താവിന്റെ ആ ആഗ്രഹം സഫലീകരിക്കണം, എന്താണ് തോന്നുന്നത്? ഒരുപാട് സന്തോഷമുണ്ട്. കാരണം ഏതൊരു മനുഷ്യനും അവർക്ക് ഉണ്ടാവുന്ന ഒരു ഡ്രീം അച്ചീവ് ചെയ്യുക എന്ന് പറയുന്നത് ഒരു ഹാർഡ് വർക്കിന്റെ റിസൾട്ടാണ്. ഓവർനൈറ്റ് ഇന്ന് പഠിക്കുമ്പോഴൊക്കെ നമുക്ക് തന്നെ ഒരു ടെൻഷനാണ്. ഇത്രയും സമയമൊക്കെ എക്സാമിന് എന്ന് പറഞ്ഞാൽ ഉറങ്ങാറേ ഇല്ലാതിരുന്ന് കണ്ടിന്യൂസ്ലി ഹാർഡ് വർക്ക് ചെയ്യാണ്. വേറെ ചിന്തകളൊന്നുമില്ല. കാരണം എന്താ വെച്ചാൽ ഫുള്ളി സെറ്റിലാക്കിയിട്ട്, അതായത് ഞങ്ങളൊക്കെ സെറ്റിലാക്കി, ഞാനൊരു പ്രൊഫഷണലി സെറ്റിൽഡ് ആണ്, മക്കൾ എഡ്യൂക്കേഷൻ നടക്കുന്നുണ്ട്, കൃത്യമായിട്ട് രീതിയിൽ ഏർണിങ്സ് ഒക്കെ ആക്കി വെച്ചതിന് ശേഷം എല്ലാവരും സെറ്റിൽ ചെയ്തിട്ട് ആ ഡ്രീമിലേക്ക് പോവുക ചെയ്തത്. കണ്ടിന്യൂസ് ആയിട്ട് 5 ഇയർ കോളേജ് അടിച്ചു പൊളിച്ച് പഠിച്ചതാണ്. അല്ലാതെ കോളേജിൽ പോവാതെ ഏൺ ചെയ്ത് എടുത്തതാണെന്ന് പറയാൻ പറ്റില്ല. കോളേജും ഫ്രണ്ട്സും ഇപ്പോൾ പോലും ഞങ്ങൾ ഫ്രണ്ടിന്റെ ഒരു കല്യാണത്തിന് പോവാണ്, ഇവര് കൂടെയല്ല. അപ്പോൾ ഒരു ഏജിൽ, അതായത് പകുതി പ്രായമുള്ള കുട്ടികളെ അവർ ക്ലാസ്സിൽ ചെല്ലുമ്പോൾ 18 വയസ്സിലെ കുട്ടികളുടെ കൂടെയാണ് അവർ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ആ ഒരു ഏജ് ഡിഫറൻസ് ഫീൽ ചെയ്യാത്ത രീതിയിൽ ലൈഫിൽ ഒരാൾക്ക് വേണമെങ്കിലും അച്ചീവ് ചെയ്യാൻ പറ്റും. അതായത് ഏതൊരു ഏജിലും ആർക്കും LLB എന്ന് മാത്രമല്ല, ഏതൊരു സ്വപ്നം ഉണ്ടെങ്കിലും ആ സ്വപ്നത്തിന് ബാക്കിൽ സപ്പോർട്ട് ചെയ്യാൻ ഒരുപാട് പേരുണ്ട്. ടീച്ചേഴ്സ്, ഫ്രണ്ട്സ്, നൈബേഴ്സ്, ഒരുപാട് വെൽ വിഷേഴ്സ് ഉള്ള ആളാണ്. അപ്പൊ അത്രയും ആൾക്കാരുടെ ഒരു
ഒരു പുഷപ്പാണ് ഈ ഒരു ഡ്രീമിലേക്ക്. പഠിക്കാനും പോയ ഒരു തടസ്സം ഉണ്ടാവില്ല. ഒരിക്കലും അല്ല. കാരണം പ്രായം തടസ്സം ചോദിച്ചു കഴിഞ്ഞാൽ ഇംഗ്ലീഷ് ആണെങ്കിൽ ബേസിക് പോലും ഇല്ലാത്ത ഒരാൾ എക്സാമിനൊക്കെ ഫസ്റ്റ് ക്ലാസ് വാങ്ങാന്ന് പറഞ്ഞാൽ ഹാർഡ് വർക്കാണ്. കണ്ടിന്യൂസ് ആയിട്ട് ക്ലാസ്സുകൾ കേട്ടിട്ടും ഓൺലൈനിൽ ഇരുന്ന് ക്ലാസ്സുകൾ കേട്ടിട്ടൊക്കെയാണ് എത്തുന്നത്. അപ്പൊ ഞാൻ മനസ്സിലാക്കുന്നത് എന്താ വെച്ചാൽ എക്സ്പെഷ്യലി LLB പാഷനേറ്റ് ആയിട്ട് വരുന്ന ഓരോ ആൾക്കാർക്കും ഒരു റോൾ മോഡലാണ്. കാരണം ഇത്രയും ഒരു ബാക്കിൽ നിന്ന് വന്നിട്ട് ഇങ്ങനെ എത്താൻ പറ്റിയെന്നുണ്ടെങ്കിൽ ഇംഗ്ലീഷ് തടസ്സമല്ല, ഏജ് തടസ്സമല്ല, ഒന്നും ഒരു ബാരിയർ അല്ല. ഇഫ് യു ആർ എ ഡ്രീം വി ക്യാൻ ഫുൾഫിൽ. ഏതൊരു പ്രൊഫഷനാണ്. നമുക്ക് ചിലപ്പോൾ ജേർണലിസ്റ്റ് ആവാം, അല്ലെങ്കിൽ ഏതോ ഒരു ചെറുതാവിലും ഒരു ചെറിയ കാലത്ത് ബാല്യകാലത്ത് ചൈൽഡ്ഹുഡ് ഡേയ്സിൽ അവർക്ക് മുട്ടിട്ട് ഒരു സ്വപ്നം ഉണ്ടാവും. ആ സ്വപ്നത്തിലേക്ക് എത്തുന്ന ഒരു പക്ഷേ നമുക്ക് പലതരത്തിലുള്ള ബാരിയേഴ്സ് ഉണ്ട്. ഫിനാൻഷ്യൽ ഇതുണ്ടാവും, മാരേജ് വന്നിട്ട് പ്രശ്നം ഉണ്ടാവും, അല്ലെങ്കിൽ എന്തെങ്കിലും വീട്ടിലെ പ്രയാസങ്ങൾ ഉണ്ടാവും. പക്ഷെ ഇങ്ങനെ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും ഈ ഒരു ഹാർഡ് വർക്ക് എന്തായാലും നന്നായിട്ട് എക്സാക്ട്ലി ഇറ്റ് ഈസ് പെയ്ഡ് ഓഫ്. ദാറ്റ് ഹാർഡ് വർക്ക് ഹാസ് ബീൻ പെയ്ഡ് ഓഫ്. നേരത്തെ ബസ്സിലൊക്കെ ആയിരുന്നു പോയിരുന്നത്, ഇപ്പൊ വക്കീലാവാണ്. എന്താണ് നമുക്ക് സന്തോഷമാണോ? പച്ചിയിലാകുമ്പോൾ ഉറങ്ങാതെ പുത്തന് പറ്റിയിട്ട് രസമാണ്. ഒന്നും ഉറങ്ങലില്ല. പൈസ ആകുമ്പോൾ പിന്നെ കണ്ണിന്റെ കോളം നേരെ പൊക്കോളം കുത്താക്കും. ആ വർക്ക് വെച്ച് നന്നായി പഠിച്ചിട്ട് നല്ല മാർക്ക് വാങ്ങി വക്കീലായല്ലോ അല്ലെ? വക്കീലാവുന്നു അല്ലെ? അതിന് സന്തോഷമുണ്ട്. സന്തോഷമുണ്ട്. നമുക്ക് ഭയങ്കര വിഷമം. അന്നത്തെ കാലം എന്നെ പഠിപ്പിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ള വലിയൊരു വിഷമം. കാരണം അന്ന് പക്ഷെ ബുദ്ധിമുട്ടും കാര്യമൊക്കെ ഉണ്ടായിട്ട് ഉമ്മാക്ക് പഠിപ്പിക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ ഇപ്പോഴും പഠിക്കട്ടെ. ഇപ്പോഴും തന്നെ ചിലപ്പോൾ രാവിലെ എണീക്കാൻ നേരം പോയി വിളിച്ചിട്ട് പറയും കോളേജിൽ പോകണില്ലേ. 43 വയസ്സായ എന്നെ വിളിച്ചു വരുത്തിയിട്ട് ചായയൊക്കെ തന്നിട്ട് പറഞ്ഞേക്കാം എന്താ പോണില്ലേ. പിന്നെ അറ്റൻഡൻസ് ഒക്കെ ഏകദേശം 98% 100% ഫുൾ അറ്റൻഡൻസ് ആയിരുന്നു. അപ്പൊ അന്ന് പഠിപ്പിക്കാൻ പറ്റാത്തതിന്റെ വേദനയൊക്കെ ഇപ്പൊ മാറിയില്ലേ? ഇനിയിപ്പോ ഒരു കാര്യം കൂടി അവസാനമായിട്ട്, അതായത് ഇപ്പൊ ഇങ്ങനെയുള്ള ഒരുപാട് ആൾക്കാരുണ്ടാവുമല്ലോ, സ്വപ്നങ്ങളായിട്ട് നടക്കുന്ന ആളുകൾ. അവരോട് എന്താ പറയാനുള്ളത്? ഒരുപാട് ആളുകൾ ഇങ്ങനെ ജീവിത പ്രാരാബ്ദം കൊണ്ടൊക്കെ വഴി മാറി പല ജോലിയും ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും. അവരുടെ ആ സ്വപ്നം ഇപ്പോഴും പലരുടെ ഉള്ളിലുണ്ടാവും. അങ്ങനത്തെ ആൾക്കാരോട് എന്താ പറയാ? അതൊക്കെ ഇപ്പോഴും ഒരു അവസരമുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ 10 വരെ പഠിച്ചവരാണെങ്കിൽ തുല്യത, അതേപോലെ തന്നെ ഇനി +2 കഴിഞ്ഞവർക്കാണെങ്കിൽ ഇപ്പോൾ പ്രായപരിധി ഇല്ല. നീറ്റ് എക്സാം ഒരാൾക്ക് MBBS ആകണം എന്ന് ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ നേരെ എന്ത് ചെയ്യും, പ്രായ തടസ്സമല്ല. നേരെ ഇപ്പം നീറ്റ് ചെയ്താൽ നീറ്റിന് പ്രായപരിധി ഇല്ല, LLBക്ക് പ്രായപരിധി ഇല്ല. പിന്നെ അതേപോലെ തന്നെ എന്തും നമ്മൾ ശ്രമിച്ചാൽ നടക്കും. തീർച്ചയായിട്ടും അത് തന്നെയാണ് നമ്മുടെ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ. അതിനൊന്നും അതിർവരമ്പുകളില്ല എന്നുള്ളതാണ്. സ്വപ്നങ്ങളുടെ ആകാശത്തേക്ക് ആർക്ക് എപ്പോൾ വേണമെങ്കിലും പറക്കാമെന്നുള്ളത് തന്നെയാണ് അദ്ദേഹം തെളിയിക്കുന്നത്. പഠിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് പഠിക്കാൻ കഴിഞ്ഞില്ല, പല കാരണങ്ങൾ കൊണ്ട്, വീട്ടിലെ പ്രശ്നങ്ങളും എല്ലാമായി കൊണ്ട് പഠിക്കാൻ കഴിഞ്ഞില്ല. പക്ഷെ ആ സ്വപ്നം അപ്പോഴും അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ടായിരുന്നു. ആ സ്വപ്നം ഈ പ്രായത്തിലും പൂർത്തിയാക്കാൻ കഴിഞ്ഞതിന്റെ ആത്മസംതൃപ്തിയിലാണ് അദ്ദേഹവും അദ്ദേഹത്തിന്റെ കുടുംബവും. അനുരൂപിച്ചിക്കൊടുക്കുന്ന ജംഷീർ കുടുംബം, മീഡിയ 1 മലപ്പുറം.